Welcome to all of you students. നമ്മുടെ എടുക്കാൻ പോകുന്നത് BSOEC 108 എക്കണോമിക് സോഷ്യോളജി എന്ന വിഷയമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സോഷ്യോളജിയുടെ ഫസ്റ്റ് മൊഡ്യൂൾ എക്കണോമിക് സോഷ്യോളജി ബ്ലോക്ക് 1 എക്കണോമിക് സോഷ്യോളജി ബ്ലോക്ക് 1 പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക് സോഷ്യോളജി. എന്താണ് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക് സോഷ്യോളജി? ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത് സൊസൈറ്റി, കൾച്ചർ ആൻഡ് എക്കണോമി. സൊസൈറ്റി, കൾച്ചറൽ, എക്കണോമി. സാമ്പത്തികപരമായിട്ട് സമൂഹത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ എന്തെല്ലാം കൾച്ചറുകളാണ്, അതിനെ സോഷ്യോളജിയും എക്കണോമിക് ആയിട്ട് എത്രത്തോളം റിലേഷൻഷിപ്പ് ഉള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ എക്കണോമിക് സോഷ്യോളജി ട്രൈസ് ടു എസ്റ്റാബ്ലിഷ് എ ലിങ്ക് ബിറ്റ്വീൻ ഹ്യൂമൻ സോഷ്യൽ ബിഹേവിയേഴ്സ്. എന്താ വെച്ചാൽ എക്കണോമിക് സോഷ്യോളജി ട്രൈസ് ടു എസ്റ്റാബ്ലിഷ് ബിറ്റ്വീൻ, ഇത് രണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യരുടെ ബിഹേവിയർ, സോഷ്യൽ സമൂഹപരമായ മനുഷ്യരുടെ ജീവിത രീതികൾ നമ്മുടെ ബിഹേവിയറിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫിനോമിന ഇസ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, വെരി important to understand the linkage among this three എന്നാണ് പറയുന്നത്. 3 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. എക്കണോമിക് സോഷ്യോളജി അനാലിസിസ് എക്കണോമിക്സ് ബൈ യൂസിങ് സോഷ്യോളജിക്കൽ ടൂൾസ് ആണ് ഉപയോഗിച്ചാണ് അനലൈസ് ചെയ്യുന്നത്. ആൻഡ് എസ്റ്റാബ്ലിഷ് ലിങ്ക് ബിറ്റ്വീൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഫിനോമിന എന്നാണ് പറയുന്നത്. എക്കണോമിക് ആൻഡ് സോഷ്യൽ ഫിനോമിന. Economic sociology had established a separate identity as a sub-discipline of sociology. Separate identity ആണ് ഒരു sub-discipline of sociology എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പല അപ്രോച്ചസ് ഉണ്ട്. എക്സ്പ്ലെയിൻ ഡൈനാമിക്സ് ഓഫ് സോഷ്യൽ ലൈഫ് ആൻഡ് എക്കണോമിക്സ് ഏതൊക്കെയാണ്? എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജിയുടെ കുറെ കാര്യങ്ങൾ വ്യൂ പോയിന്റ് പറയുന്നുണ്ട്. കൺസേൺഡ് ആസ് എ ഇൻക്ലൂഡിംഗ് എക്കണോമിക്സ് ലൈഫ്സ് ഓഫ് പീപ്പിൾ, സാമ്പത്തികപരമായിട്ടുള്ള ജനങ്ങളുടെ ജീവിത രീതി, ബിലീഫ് സിസ്റ്റം, സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ബിലീഫ് സിസ്റ്റംസ്, traditions, culture, political issues, etc. are there in relationship between economics and sociology. അത് തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ഉണ്ട്? നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. സോഷ്യോളജി എക്കണോമിക്സ് നോട്ട് കോമ്പീറ്റിംഗ്. എന്താണ് കോമ്പീറ്റിംഗ്? അല്ല, ഇറ്റ്സ് നോട്ട് കോമ്പീറ്റിംഗ് ബട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്, പകരമാണ്. ബട്ട് ദീസ് ആർ ടു കോംപ്ലിമെന്ററി, രണ്ടും ഒരു കോംപ്ലിമെന്റ്, ഒന്നിന് പകരം ഒന്ന് എന്നാണ്. ഡീൽ ഓഫ് കോപ്പറേഷൻ, അത് ഡീൽ ഓഫ് ഒരു കോപ്പറേഷൻ ആണ് എന്നാണ് പറയുന്നത്. സോഷ്യോളജിയെ കുറിച്ച് നമ്മൾ പറയുന്നത്. During the early 19th century, a number of socialists, 19th century, കുറെ സോഷ്യോളജിസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. worried about അവിടെ എന്തായിരുന്നു എപ്പോഴും worried ആയിരുന്നു about the changes taking place. അതായത് അവിടുത്തെ മാറ്റങ്ങൾ, changes taking place in economic and social ഫീൽഡിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് എപ്പോഴും worry ചെയ്തിരിക്കുന്ന സോഷ്യോളജിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു 19th സെഞ്ചുറിയിലാണ്. അപ്പൊ അപ്പോഴേക്ക് കാൽമാക്സിന്റെ കോളിൽ എന്താണ്? എക്കണോമിനെ ഇസ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് സോഷ്യൽ ചേഞ്ച് ആൻഡ് റീപ്രൊഡക്ഷൻ. സോഷ്യൽ ചേഞ്ചിനനുസരിച്ച് എക്കണോമിനെ മാറ്റിക്കൊണ്ടുവരാനും അതിന് റീപ്രൊഡക്ഷൻ എടുക്കുവാനും കുറെ സഹായിച്ച വ്യക്തികളാണ് കാൾ മാർക്സ്. സൊസൈറ്റി ഇസ് എ ബിൽറ്റ് അറൌണ്ട് ആൻ എക്കണോമി, ഡിഫറെന്റ് സോഷ്യൽ ക്ലാസ്സസ്. സൊസൈറ്റി എന്ന് പറയുന്നത്, സൊസൈറ്റി ബിൽറ്റ് ചെയ്യുന്നത് സാമ്പത്തികപരമായി ബിൽറ്റ് ചെയ്യുമ്പോൾ പല ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സ്പെസിഫിക് സ്ട്രക്ചേർഡ് ഓൺ സ്പെസിഫിക് മോഡ്സ് ഓഫ് സ്ട്രക്ചേർഡ് ഫോർ സ്പെസിഫിക് പലതരത്തിലുള്ള മോഡ്സ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടി സ്ട്രക്ചർ ചെയ്ത് പോവുകയാണ്. The main concerns of the sociology about the changes taking place due to മുതലാളിത്തം എന്നൊക്കെ പറയുന്നത്, അർബനൈസേഷൻ, ക്യാപിറ്റലിസം, ഇൻഡസ്ട്രിയലൈസേഷൻ എന്നാണ് 3 ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ക്ലസ്റ്റർ ചെയ്ത് പോവുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യണം, പ്രൊഡക്ഷന്റെ കാര്യങ്ങളും അതൊക്കെ എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ സ്റ്റഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക് സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ആക്ഷൻസ്. ഇതിന്റെ സോഷ്യോളജിയുടെ സ്റ്റഡി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക് സ്ട്രക്ചർ ആൻഡ് ഇത് എന്താണ്? ഈ നമ്മുടെ എക്കണോമിക് ലെവലിലെ ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് സ്ട്രക്ചർ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റഡി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക് സ്ട്രക്ചറും സോഷ്യൽ ആക്ഷൻസും എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമ്മൾ സ്റ്റഡി ചെയ്യണം. മാക്സ് വെബർ tended to analyze the role played cultural factors. മാക്സ് വെബർ എന്താണ് അനലൈസ് ചെയ്തത്? റോൾ പ്ലേഡ്, എന്തെല്ലാം റോളാണ് കൾച്ചറൽ ഫാക്ടേഴ്സ്, റോൾ പ്ലേഡ് ബൈ കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ടാകുന്നത്. ടു അനലൈസ് റോൾ പ്ലേഡ് ഫോർ കൾച്ചറൽ ഫാക്ടേഴ്സ് ഇൻ ഫോർമേഷൻ ഓഫ് എക്കണോമിക്സ്. അപ്പൊ ഈ കൾച്ചറൽ ഫാക്ടേഴ്സിന് എത്രത്തോളം വാല്യൂ ഉണ്ട്, എത്രത്തോളം പ്ലേ ഉണ്ട് നമ്മുടെ മാർക്കറ്റിൽ, അല്ലെങ്കിൽ നമ്മുടെ
എക്കണോമിക്സിന്റെ. അപ്പൊ എക്കണോമിക്സിന്റെ ഫോർമേഷൻ ഇത് ബാധകമാണോ? ആൻഡ് മോർ എംഫസൈസ് സിഗ്നിഫിക്കൻസ് പ്രൊട്ടസ്റ്റന്റ് എത്തിക്കല്. അപ്പൊ അതിനു വേണ്ടി കൂടുതൽ എംഫസൈസ് എടുക്കുകയും അതിനുവേണ്ടി സിഗ്നിഫിക്കൻസ് എടുക്കുകയും അതിനൊരു എത്തിക്സ് മാനേഴ്സ് കൊണ്ടുവരാനൊക്കെ എന്താണ് പൊളിറ്റിക് ഇൻ ദ എമർജൻസ് ഓഫ് ക്യാപിറ്റലിസം ഇൻ ദ വെസ്റ്റേൺ വേൾഡ്. വെസ്റ്റേൺ വേൾഡിൽ അങ്ങനെ ഒരു ക്യാപിറ്റലിസം എന്നൊരു മേഖല അവരുടെ കൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഫോം ചെയ്ത് അങ്ങനെ ഒരു സാമ്പത്തിക മേഖലയോട് അതായത് എന്താ പറയാ, അതിനെന്താ പറയാ, മുതലാളിത്ത രാജ്യം എന്ന് പറയുന്നില്ലേ, അവിടെ എന്താണ് അങ്ങനെ ഒരു രാജ്യങ്ങളാണ് capitalism എന്ന് ഉദ്ദേശിക്കുന്നത്. Email Durkheim tried to understand the changes of division of labor. കുറെ സോഷ്യോളജിസ്റ്റ് 90s ഉണ്ടായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു പോകാട്ടോ. അപ്പൊ ഇമെയിൽ ഡർക്കീം എന്ന് പറഞ്ഞ ആൾ എന്താണ് അണ്ടർസ്റ്റാൻഡ് ചേഞ്ചസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ, ലേബറിനെ തൊഴിലാളികളുടെ ചേഞ്ചസ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് അവരെ മനസ്സിലാക്കിയിട്ട് അവരുടെ വ്യത്യാസം അനുസരിച്ച് ലേബറിനെ തിരിച്ചു. മോഡേൺ സൊസൈറ്റീസ് ആൻഡ് ദ വേ എക്സ്പെയിൻസ് ഫോർമേഷൻ ഓഫ് പീപ്പിൾ. മോഡേൺ സൊസൈറ്റി, പുതിയ സൊസൈറ്റീസിനനുസരിച്ച് എന്താണ് മോഡേൺ സൊസൈറ്റീസ് ആൻഡ് ദ വേ ഓഫ് എക്സ്പ്ലെയിൻ ഫോർമേഷൻ ഓഫ് പീപ്പിൾ. മോഡേൺ സൊസൈറ്റീസ് ഇതിനെന്താണ് ഒരു ഈ ഗ്രൂപ്പിലെ ഒരു ഫോർമേഷൻ നടത്തിയെന്നാണ് പറയുന്നത്. മോഡേൺ സൊസൈറ്റി മോഡേൺ സമൂഹത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ. അടുത്ത മാർക്സിയൻ അപ്രോച്ച്. മാർക്സിയൻ അപ്രോച്ച് എന്ന് പറയുന്ന ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിയാണ്. ഓഫ് ക്ലാസ് അനലൈസിസ് ആസ് വെൽ ആസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എംഫസിസ്. ഒരു ക്ലാസിനെ അനലൈസ് ചെയ്യുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ എംഫസൈസ് ചെയ്യുക. വെബർ ആണ് കമ്പൈൻഡ് ബൈ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമി. വെബറിനെ വെച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ കമ്പൈൻഡ് ബൈ ക്ലാസിക്കൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ എന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ ക്ലാസിക്കൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള എക്കണോമി ആൻഡ് എക്കണോമിക് സോഷ്യോളജി ആൻഡ് ഷോസ് ഹൗ സ്പെസിഫിക് മോഡ് ഓഫ് എക്കണോമി ഹാഡ് കം. ഇങ്ങനെയെല്ലാം നോക്കി അനലൈസ് ചെയ്ത് നിൽക്കണം. ഏത് സ്പെസിഫിക് മോഡ് ഓഫ് എക്കണോമിയാണ് നമുക്ക് വേണ്ടത്, ഫോം ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. In the same way, market behavior and firm strategies are understood by Durkheim concept structure. ഇതേ same way market behavior and firm, market behavior company തമ്മിലുള്ള behavior നോക്കി കഴിയുമ്പോൾ strategy understand ചെയ്തപ്പോൾ Durkheim concept of structure ആണ് നല്ലതെന്നാണ് understand ചെയ്ത് മനസ്സിലാക്കിയത്. അത് in developing economic socially specialized field of inquiry. നമ്മളൊരു എക്കണോമിക് സോഷ്യോളജി ഭാഗമായിട്ട് സാമ്പത്തികപരമായിട്ട് സമൂഹപരമായിട്ട് ഡെവലപ്മെന്റ് ചെയ്തപ്പോൾ സ്പെഷ്യലൈസ് ചെയ്തത് എവിടെയാണ്? ഫീൽഡിലാണ്, ഫീൽഡ് ഓഫ് എൻക്വയറിയാണ്. ഫലാനി. അപ്പൊ അവർക്ക് ഒരു പാസൻസ് ആൻഡ് പലാനി എന്ന് പറഞ്ഞൊരു സബ്സ്റ്റിറ്റ്യൂട്ട് റൈറ്റേഴ്സും കുറെ റൈറ്റേഴ്സും പോയിറ്റ് റൈറ്റേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ആളുകൾക്ക് ഉള്ളിലേക്ക് ഒരു ബോധാവസ്ഥ ഉണ്ടാക്കി കൊടുത്ത് പോയറ്റേഴ്സ് ഒക്കെയാണ്. കാരണം എന്താണ്, അല്ലാതെ നമ്മൾ സമൂഹത്തിന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അന്ന് കുറവല്ലേ, കുറച്ച് പേരൊക്കെ അന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുള്ളൂ. അപ്പൊ അവർ എന്ത് ചെയ്യും, അങ്ങനത്തെ പോയട്രേറ്റേഴ്സും എഴുത്തുകാരും ഒക്കെ വന്നതിന് ശേഷമാണ് നമുക്ക് എന്താണ് അവരുടെ ഒരു കാര്യഗമനങ്ങളും അവര് പറഞ്ഞു കൊടുത്ത ഡേറ്റിലൊക്കെ ആയിരിക്കും എന്താണ് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചത്. അപ്പൊ വേറെ സോഷ്യോളജിസ്റ്റ് ഡ്യൂറിംഗ് 19th century were primarily concerned with describing market behavior. സോഷ്യോളജിസ്റ്റ് കാരണം 19th century during were primarily concerned with describing market. Primarily നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മാർക്കറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, മാർക്കറ്റ് ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, പ്രാക്ടീസസ് ആൻഡ് ഷേപ്പ് ഓഫ് സോഷ്യൽ ആക്ഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് സ്ട്രക്ചറൽ ഫാക്ടേഴ്സ്. സോഷ്യൽ സമൂഹത്തിന് അതിനൊരു ആക്ഷൻ ഒരു ഷേപ്പ് ഉണ്ടാക്കി എടുക്കാനും അതുപോലെ അതിന് എന്തെല്ലാം സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് കൊണ്ടുവരാനൊക്കെ നോക്കിയത് അവരെ മുഖേനയാണ്. ഈ പോയിറ്റ് റൈറ്റേഴ്സും അല്ലെങ്കിൽ എന്താ പറയാ റൈറ്റേഴ്സ് ഒക്കെ മുഖേനയാണ്. The economists were more concerned with developing mathematical models. അപ്പൊ എക്കണോമിക്സിന് മോർ കൺസേൺഡ് ആയിട്ടുള്ള എന്തൊക്കെ വേണം എന്ന് ചിന്തിച്ചു അതിന് വികസനം കൊണ്ടുവന്നു, പുതിയ മാത്തമാറ്റിക്കൽ മോഡൽസ് കൊണ്ടുവന്നു, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, ഫണ്ടമെന്റൽ അസംപ്ഷൻസ് ഓഫ് മാർക്കറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് അനലൈസിസ് ചെയ്യുന്നില്ലേ, അങ്ങനെ ഒരു മെത്തേഡ് ഇല്ലേ, ഡയഗ്രമാറ്റിക്കൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, അങ്ങനെ ഫണ്ടമെന്റൽ അസംപ്ഷൻസ് ഓഫ് മാർക്കറ്റിനെ കൊണ്ടുവന്നു. അങ്ങനെ നമ്പർ ഓഫ് അസംപ്ഷൻസ്, ഒരുപാട് നമ്പർ ഓഫ് അസംപ്ഷൻസ് ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമി ആൻഡ് മോഡേണൈസേഷൻ തിയറി വർ. അങ്ങനെ നമ്പർ ഓഫ് അസംപ്ഷൻസ് വന്നപ്പോ എന്താണ് ക്ലാസിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ എക്കണോമി മോഡേണൈസേഷൻ തിയറി വർ ക്വസ്റ്റ്യൻഡ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ടേക്കിംഗ് പ്ലേസ് ഇൻ സൊസൈറ്റി. അങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തി, ആ സ്ഥലങ്ങളിൽ മാറ്റങ്ങൾ, അങ്ങനെ ഇംപ്രൂവ്മെന്റ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ തിങ്സ്. അങ്ങനെ ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. എങ്ങനെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. അണ്ടർസ്റ്റാൻഡിംഗ് ദ റിലേഷൻ ബിറ്റ്വീൻ സൊസൈറ്റി, കൾച്ചർ ആൻഡ് എക്കണോമി എന്നുള്ള റിലേഷൻഷിപ്പ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പൊ ആദം സ്മിത്ത്
നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വെൽത്ത് എക്കണോമിക്സിന്റെ ഒക്കെ ആളാണ്. ആദം സ്മിത്ത് അസ്യൂംഡ് സ്റ്റെബിലിറ്റി ഹ്യൂമൻ നേച്ചർ ആൻഡ് ബിഹേവിയർ. അതായത് ആദം സ്മിത്ത് അസ്യൂം ചെയ്തെന്താണ്, സ്റ്റെബിലിറ്റി ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ നേച്ചർ ആൻഡ് ബിഹേവിയർ ആണ് അസ്യൂം ചെയ്തത്. He also assumed that people are rational. People are rational that buy things from the market on the basis of its യൂട്ടിലിറ്റി. നമ്മുടെ യൂട്ടിലിറ്റി, നമ്മുടെ ഫെസിലിറ്റി അനുസരിച്ച് നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ ജനങ്ങളെ മനസ്സിലാക്കുന്നതാണ് റാഷണൽ. അവര് മേടിക്കുന്ന സാധനങ്ങൾ മാർക്കറ്റിൽ എന്തിനു വേണ്ടിയിരിക്കും, നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രമുള്ളത് മേടിക്കുക, അങ്ങനെയുള്ള അസ്യൂംസ് ഒക്കെ ചെയ്തു. അക്കോർഡിംഗ് ടു സോഷ്യോളജിസ്റ്റ്, പീപ്പിൾ ആക്ടിങ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. സോഷ്യോളജിസ്റ്റ് എന്താണ്, ജനങ്ങൾ എന്താണ് ആക്ട് ചെയ്യുന്നത്, സോഷ്യലി എന്താണ് അവർ വേണ്ടത്, കൾച്ചറലി എന്താണ് അവർ ചെയ്യുന്നത്, അങ്ങനെ സോഷ്യൽ ആക്ഷൻ ഡിഫറെന്റ് കൾച്ചേഴ്സ് ആണ്. അത് മനസ്സിലാക്കാനായിട്ട് കുറെ സോഷ്യോളജിസ്റ്റ് ജനങ്ങളെ മനസ്സിലാക്കി ആക്ട് ചെയ്ത് കൊടുത്തു. മാക്സ് വെബർ ആർഗ്യൂഡ് ദാറ്റ് സോഷ്യൽ ആക്ഷൻ. മാക്സ് വെബർ എന്താണ് തർക്കിച്ചതിന് സോഷ്യൽ ആക്ഷൻ ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ട്രഡീഷൻ, പാട്രിയാർക്കൽ ലെഗൽ. അതായത് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ആക്ഷൻസ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയാണ്, കൂടുതലും ട്രഡീഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ അല്ലെ, ട്രഡീഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ട്രാഷണൽ ലീഗലി പരമായിട്ട് അതിനു വേണ്ടിയാണ് അതിനെ അക്സെപ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ ട്രഡീഷണൽ അർബൻ എക്കോണമി, അത് നമ്മൾ ട്രഡീഷണൽ ഈ സോഷ്യൽ ആൻഡ് ഇതെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത് എന്തിന്, അണ്ടർസ്റ്റാൻഡിങ് ദ റാഷണൽ റിലേഷൻ ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കൾച്ചറൽ എക്കോണമി എന്നാണ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ട്രഡീഷണൽ അർബൻ എക്കോണമി നോക്കണം കേട്ടോ. അപ്പൊ ട്രഡീഷണൽ എക്കോണമി എന്താണ്, ആൻഷ്യൻ പീരീഡ് നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയലൈസ് ചെയ്ത് ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് പോകുന്നില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ അപ്പൊ ട്രഡീഷണൽ അർബൻ എക്കോണമിയിലെ ആൻഷ്യൻ പീരീഡ് ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ ഫ്രം 1600 to 1500 BC ആണ്. was a well developed urban civilization having broad rural bases. അവിടെ എന്താണ്, വെൽ ഡെവലപ്ഡ് അർബൻ സിവിലൈസേഷൻ, നല്ല വെൽ ഡെവലപ്ഡ് അർബൻ സിവിലൈസേഷൻ ആണ് എന്താണ് റൂറൽ ഏരിയാസിൽ വന്നുകൊണ്ടിരുന്നത് ആ സമയത്ത്. During the period from 1500 to 1000 BC, urban civilization were replaced by semi-nomadic and pastoral lifestyle. 1500 to 1000 BC ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ കാലഘട്ടം മാറുന്നത് കുറഞ്ഞാണ് വരുന്നത് കേട്ടോ. നൂറ്റാണ്ടുകൾ പറയുന്നത് കുറഞ്ഞാണ്. അന്ന് BC പറയുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. 2600 1500. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം പറയുന്നത് 1500 to 1000 BC എന്നാണ് പറയുന്നത്. അപ്പൊ അത് കുറഞ്ഞു വരുന്നതാണ് കൂടി വരുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ. അപ്പൊ അർബൻ സിവിലൈസേഷൻ റീപ്ലേസ് സെമി നൊമാഡിക് ആൻഡ് പാസ്റ്ററൽ ലൈഫ് സ്റ്റൈൽ. അർബൻ സിവിലൈസേഷനിൽ എന്താണ് റീപ്ലേസ് ചെയ്തു സെമി നൊമാഡിക് ആൻഡ് പാസ്റ്ററൽ ലൈഫ് സ്റ്റൈൽ ആണ്. ഫ്രം 1000 to 600 BC പീപ്പിൾ സ്റ്റാർട്ടഡ് സെറ്റിലിംഗ് ദി വില്ലേജസ്, മനസ്സിലായില്ലേ? അവരിങ്ങനെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് പല സ്ഥലത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞത്. 1500 BC അങ്ങനെ എപ്പോഴും എന്താണ് പല സ്ഥലത്തായിരിക്കും റീപ്ലേസ് ചെയ്തിരിക്കും, സ്ഥലം മാറിക്കൊണ്ടിരിക്കും. പിന്നീടാണ് ഫ്രം 1000 to 600 BC ആയപ്പോഴേക്കാണ് പീപ്പിൾ സ്റ്റാർട്ടഡ് സെറ്റിംഗ്, ഒരു വില്ലേജിൽ സ്റ്റാർട്ട് ചെയ്തു ജനങ്ങൾ താമസിക്കാൻ തുടങ്ങി. ഇത് അഗ്രികൾച്ചറൽ കൃഷിയിലേക്ക് മുൻഗണന നടത്തി. അങ്ങനെ മീൻസ് ഓഫ് ലിവിംഗ് ആയിട്ട് അവർ അഗ്രികൾച്ചറെ കണ്ടെത്തുകയും ചെയ്തു. ഡ്യൂറിങ് മൗര്യ എന്നൊക്കെ പറഞ്ഞില്ലേ, പോസ്റ്റ് മൗര്യ ആൻഡ് ഗുപ്ത പീരീഡ്, ഗുപ്ത പീരീഡിലെ ഹാഡ് കണ്ടിന്യൂഡ് to prosper, but during post-Gupta period there was process to urban destruction. Important aspects of urban economy this period. ഈ സമയത്ത് ഒരു അർബൻ എക്കണോമി അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് പീരീഡില് ഗുപ്ത പീരീഡില് മൗര്യ ഗുപ്ത അവരുടെ പീരീഡ് വന്നപ്പോൾ സിറ്റീസ് ഹാഡ് കണ്ടിന്യൂഡ് പ്രോസ്പർ ബട്ട് ഗുപ്ത പീരീഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ട്രേഡ് ആൻഡ് കോമേഴ്സ്, ചെറിയ രീതിയിൽ ട്രേഡ് ആൻഡ് കോമേഴ്സ് ഒക്കെ വന്നു. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, പിന്നെ എന്താണ് ഗിൽഡ് സിസ്റ്റം. ഈ മൂന്നെണ്ണം ആണ് എന്താണ് ട്രഡീഷണൽ സമയത്ത് വന്നിരിക്കുന്ന ആസ്പെക്ട് ഓഫ് അർബൻ എക്കണോമിയിൽ വന്നിരിക്കുന്നത്. ഗുപ്ത പീരീഡിന്റെ അർബൻ എക്കണോമി കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എഴുതണോട്ടോ. ട്രേഡ് ആൻഡ് കൊമേഴ്സ് എവിഡൻസ് സജസ്റ്റ് ദാറ്റ് ദ ആൻഷ്യൻ പീരീഡില് അതിനൊരു എവിഡൻസ് ഉണ്ടാക്കിയത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ട്രേഡ്. എക്സ്റ്റേണൽ ആയിട്ട് ഇന്റേണൽ ട്രേഡ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചിട്ടുണ്ട് വലിയ മർച്ചൻസ് അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ മർച്ചൻസ് യൂസ്ഡ് ടു ഹാവ് ഇന്റേണൽ ട്രേഡ് ഇൻ മാനുഫാക്ചർഡ് ഗുഡ്സ് ആൻഡ് ട്രേഡ്. മാനുഫാക്ചേഴ്സ് ഗുഡ്സും ആൻഡ് ഫുഡ് ചെറിയ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഗുഡ്സ് ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും അവർ അന്ന് ഇന്റേണൽ ട്രേഡ്. ഇന്റേണൽ എക്സ്റ്റേണൽ ട്രേഡ് കവേർഡ് ചൈന. ഇന്ത്യൻ എക്സ്റ്റേണൽ ട്രേഡ് കവേർഡ് ചെയ്തത് ചൈന, റോം, പേർഷ്യ ആൻഡ് സൗത്ത് ഏഷ്യ. പേർഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഇറാനാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അവിടേക്ക് ആയിരുന്നു ഏറ്റവും കൂടുതൽ ട്രേഡ് കവേർഡ് ചെയ്തിരുന്നത്.
At the arts and craft, most people of the urban economy was engaged in arts and craft, including potters, കുടം ഉണ്ടാക്കുക, ഐവറി വർക്കേഴ്സ്, പിന്നെ എന്താണ് വീവേഴ്സ്, നെയ്യുന്നത്, വുഡ് വർക്കേഴ്സ് ഒക്കെ ആയിരുന്നു അന്ന് കൂടുതലും. അപ്പൊ അവിടെ അങ്ങനെയുള്ള രീതിയിലുള്ളത്. പിന്നെ എന്താണ് ഗിൽഡ് സിസ്റ്റം. Urban craftsmen had formed craft and trade guild. Guild എന്നൊക്കെ കുഴിച്ചെടുക്കുന്ന സാധനങ്ങളായിരിക്കും കേട്ടോ. Called Svenny, comprising members in craft and trade famous among this guilds. Porters ഉണ്ടാക്കുന്ന ആളുകളെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഗിൽഡ് സിസ്റ്റത്തിൽ പറയുന്നത്. പോർട്ടേഴ്സ്, സ്മിത്ത് എന്ന് പറഞ്ഞ ഈ കരകൗശല വിദഗ്ധര് അങ്ങനെയൊക്കെയുള്ളതാണ്. സ്മിത്ത്, വീവേഴ്സ്, ഐവറി എക്സെട്ര. റൂറൽ എക്കണോമി ഹാഡ് ദ ജഡ്ജ്മാനി സിസ്റ്റം. റൂറൽ എക്കണോമി എന്ന് പറയുന്നത് ആ ജഡ്ജ്മാനി സിസ്റ്റം എന്നാണ് പറയുന്നത്. ഗിൽഡ്സ് ആർ ഗ്രേറ്റ് റോൾ ഇൻ ഓർഗനൈസിംഗ് പ്രൊഡക്ഷൻ. ഗിൽഡിനാണ് ഗിൽഡിന്റെ വേറെ ഗ്രേറ്റ് റോൾ പുതിയ ഓർഗനൈസിംഗ് പ്രൊഡക്ഷനൊക്കെ വേണ്ടി ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് ഒക്കെയാണ് പറഞ്ഞത്. ലാർജ് മെജോറിറ്റി ആർട്ടിസൻസ്, ഒരുപാട് ആർട്ടിസൻസ് കരകൗശല വിദഗ്ധർ അതിൽ ജോയിൻ ചെയ്യുകയും അതനുസരിച്ചിട്ട് ഒരു ഗിൽഡ് ലീഡേഴ്സ് ഉണ്ടാക്കിയ സ്റ്റാറ്റസ് ആയിട്ട് ഇതായിരിക്കും ഓൾസോ റെസ്പെക്ടഡ് ബൈ റൂളേഴ്സ്. അങ്ങനെ നമ്മൾ ഓൾറെഡി എല്ലാവരും റെസ്പെക്ട് ചെയ്ത ഒരു ഇതായിട്ട് മാറിയിരുന്നു. അടുത്ത ക്ലാസ് റൈറ്റിംഗ് മാത്സ് അവർ എന്തൊക്കെ അപ്രോച്ചാണ് നടത്തിയെന്നുള്ളതാണ് പറഞ്ഞത്. ഫസ്റ്റ് അപ്രോച്ച് among the early approaches of economics was called action methods to explain social relationship formed around material life. അതായത് ഫസ്റ്റ് അപ്രോച്ച് പറയുന്നത് ഇയർലിയിലെ അപ്രോച്ചസ് ഓഫ് എക്കണോമിക് സോഷ്യോളജി ഫോളോ ചെയ്ത് ആക്ഷൻ മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നത്. ടു എക്സ്പ്ലെയിൻ ദി സോഷ്യൽ റിലേഷൻഷിപ്പ്. അവിടെ എന്താണ് സോഷ്യൽ റിലേഷൻസ് ഫോംഡ് അറൌണ്ട് മെറ്റീരിയൽ ലൈഫുമായിട്ട് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് സോഷ്യൽ റിലേഷൻസ്, ഡിവിഷൻ ഓഫ് ക്ലാസ്. അങ്ങനെ അവിടെ എന്താണ് ക്ലാസസ്, ഡിവിഷൻ ഓഫ് ക്ലാസസ്, പിന്നെ പ്രൊഡക്ഷൻ, പ്രോഫിറ്റ്, പ്രൊഡക്ഷൻ ആണ്, പിന്നെ റെന്റ് ആൻഡ് പ്രോഫിറ്റ്, പിന്നെ എക്കണോമിക് ഡിഫറൻസിയേഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് സോഷ്യൽ കൾച്ചറൽ ഏരിയാസ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു അവിടുത്തെ സോഷ്യൽ കൾച്ചറൽ ഏരിയാസ് അതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഗ്ലോബൽ സ്ട്രക്ചർ ഞാനിത് ഒരുപാട് തിയറി ആയിട്ട് പോകുന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനാണ് കേട്ടോ. അപ്പൊ കാൾ മാർക്സിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 19th സെഞ്ചുറിയിലാണ്. 19th സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 1818 ആണ്. 1818 to 1883 ആണ്. Said that the most important condition of the existence of human society. Karl Marx ഞാൻ പറഞ്ഞു to explain the class formation and social transformation view the capitalism. അതായത് അവിടെ ക്ലാസ് ഫോർമേഷൻ നടത്തി. ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് എഫക്റ്റീവ്ലി ടേക്കിംഗ് കോൺസെപ്റ്റ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് വർക്കേഴ്സ്. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ട്രാൻസ്ലേഷൻ വിത്ത് ക്യാപിറ്റലിസം ആൻഡ് ജനറേറ്റിംഗ് ഗ്രോവിംഗ് പോളറൈസേഷൻ ബിറ്റ്വീൻ സോഷ്യൽ ക്ലാസിക്കൽ വിച്ച് മേ ഇൻക്രീസ് കോൺഫ്ലിക്ട്. ഒത്തിരി കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായി, ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി. പിന്നെ വെൽത്ത് ക്യാപിറ്റൽ എക്കണോമിക്സ് അതുകൊണ്ട് എന്താണ് ക്യാപിറ്റൽ എക്കണോമിക്സിന്റെ വെൽത്താണ് ജനറേറ്റ് ചെയ്തത്. സർപ്ലസ് വാല്യൂ, പ്രോഫിറ്റ് ആക്കി, എക്സ്പ്ലോയിറ്റേഷൻ, വർക്കിംഗ് ക്ലാസ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ അടുത്ത മാക്സ് വെബർ 1864-1920 മെയിൻ ക്യാരക്ടറിസ്റ്റിക് വെബേഴ്സ് തിയറി ചോദിച്ചു. മോഡേൺ ക്യാപിറ്റലിസം പ്രൊവൈഡ് ദ മോഡേൺ ക്യാപിറ്റലിസം പ്രൊവൈഡ് ദിസ് വർക്ക്. ഓരോ ഇതിലും വർക്കിനും മോഡേൺ ക്യാപിറ്റലിസം ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തത്. പ്രൊട്ടക്ഷൻ ethic and spiritual of capitalism. എത്തിക്സിന്റെ സ്പിരിച്വലിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റലിസം ആയിരുന്നു അവിടെ നടന്നിരുന്നത് കേട്ടോ. അടുത്തത് അതിൽ ഓൺ ദ ബേസിസ് ഓഫ് അക്കോർഡിംഗ് ടു വെബർ ബേസ് ക്യാപിറ്റലിസത്തിന്റെ ബേസ് ഫോം ചെയ്തു. വെബർ വെന്റ് ടു ഡിസ്കസ് മാക്രോ സോഷ്യോളജിക്കൽ പ്രോബ്ലംസ്. കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്ത് മാക്രോ സോഷ്യോളജിക്കൽ, മാക്രോ ലെവലിൽ, മൈക്രോ ചെറുതാണ്, മാക്രോ വൈഡ് ഏരിയ ആണ്. വൈഡ് ഏരിയ സോഷ്യോളജിക്കൽ പ്രോബ്ലംസ് ഓഫ് ദ ബിഗിനിങ് ആൻഡ് ഗ്രോത്ത് ക്യാപിറ്റലിസം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള. അപ്പൊ അതെന്താണ് അതിനെ വളർത്തിക്കൊണ്ടുവരാനും and he also contributed this class formula economic sociology. അവരെ എങ്ങനെ എന്താണ് എന്തെല്ലാം കോൺട്രിബ്യൂഷൻ ക്ലാസ് ഫോർമുലയിൽ കൊണ്ടുവരാൻ പറ്റും, ജസ്റ്റ് എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ എന്താണ് ലക്ഷറിയസ് ഗുഡ്സ് ഒക്കെ ഉപയോഗിക്കാൻ എങ്ങനെയാണെന്നൊക്കെ നോക്കിയത് ആ ഒരു ക്ലാസ്റ്റർ ആ സമയത്തായിരുന്നു കേട്ടോ. എമിൽ മാക്സ് വെബറിന്റെ ഒരു നിഗമനത്തിലാണ്. എമിൽ ഡർക്കിം 1858-1917 ഡർക്കിം ആസ് എക്കണോമിക് ഫാക്ടർ ഡിപ്പെൻഡ്സ് ഓഫ് സോഷ്യൽ ഫിനോമിന. സമൂഹത്തിലെ ഇതനുസരിച്ചിട്ടാണ്. ബിക്കോസ് ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവിടെ എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് കൊണ്ട് നോർമൽ നോംസ് ആൻഡ് വാല്യൂസ്, അവിടുത്തെ നോംസ് ആൻഡ് വാല്യൂസ് മനസ്സിലാക്കി. മെനി മോഡേൺ എക്കണോമിക് സോഷ്യോളജിസ്റ്റ് ക്യാൻ ബി ഫാദർ ഓഫ് എക്കണോമിക് സോഷ്യോളജി. മെനി മോഡേൺ എക്കണോമിക് സോഷ്യോളജിസ്റ്റ് call him father economic sociology because of his ideas and economic theory and research. കാരണം എന്താണ് ഒരുപാട് ഐഡിയാസും എക്കണോമിക് തിയറിയും റിസർച്ച് ഒക്കെ ചെയ്ത് കൊണ്ടുവരുന്നത്.
Durkheim was critical of economists. Durkheim ഒരു critical economist ആണ്. Sociology, everything from different social aspects. Isolate അയാൾ ചെയ്യുന്നതെല്ലാം എന്താണ് സോഷ്യൽ ആസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സ്റ്റഡീഡ് ദ ബിഗിനിങ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്. അവിടെ പുള്ളി ആദ്യമായിട്ട് സ്റ്റഡി ചെയ്ത ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിനെയാണ് ആൻഡ് ട്രൈ ടു ഗീവ് സോഷ്യോളജിക്കൽ എക്സ്പ്രഷൻ. അവിടെ നിന്നാണ് അവിടെ ഒരു സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ ഫോർ ചേഞ്ചസ് ഇൻ ദ ലൈഫ് കമ്മ്യൂണിറ്റീസിനുള്ളിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുടെ മാറ്റങ്ങൾ ഉണ്ടെന്ന് അനലൈസ് ചെയ്യുന്ന സോഷ്യൽ ഡെൻസിറ്റി. അവിടുത്തെ സോഷ്യൽ ഡെൻസിറ്റി എത്രത്തോളം ഹിസ് ബുക്ക് ദ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി എന്ന ബുക്കിൽ ഈ സോഷ്യൽ ഡെൻസിറ്റിനെ കുറിച്ച് ഡർക്കിം ചെയ്തിട്ടുണ്ട്. ഡർക്കിം ഡർക്കിന്റെ ഒരു ബുക്കാണ് ദ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി. ഡർക്കിം സെഡ് ദാറ്റ് വിത്ത് ഗ്രോത്ത് ഓഫ് ടെക്നോളജി ആൻഡ് ടൗൺസ്, ഡർക്കിം ആണ് എന്ത് ഒരു ടെക്നോളജിയിലും ടൗണിനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. വെരി ഗ്രൂപ്സ് ഓഫ് പീപ്പിൾ കെയിം ടുഗെദർ ബൈ ദ ഗ്രേറ്റ് കോൺസിക്വൻസ് ഓഫ് ചേഞ്ചിങ് സോഷ്യലിസ്റ്റ് അതേഴ്സ്. അപ്പൊ അവിടുത്തെ കോൺസിക്വൻസസ് മനസ്സിലാക്കി അവിടെ ജനങ്ങളുടെ ഇടയിൽ വലിയ ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ച് അവർക്ക് ഒരുപാട് സോഷ്യലൈസ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും ഡർക്കിം സാധിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ഡിവിഷൻ ഓഫ് ലേബർ എന്നൊക്കെ പറയുന്ന സംഭവം. ഡിവിഷൻ ഓഫ് ലേബർ ഡിഫറെന്റ് സോഷ്യൽ സോഴ്സ്, പല ഡിഫറെന്റ് സോഴ്സ് ഉപയോഗിച്ച് ഡിവിഷൻ ഓഫ് ലേബറിൽ തൊഴിലാളികൾ ഡിവൈഡ് ചെയ്തു. സോഷ്യൽ മോർഫോളജി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്, അങ്ങനെ അവിടെ സോഷ്യൽ റിലേഷൻഷിപ്പും സോഷ്യൽ മോർഫോളജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വ്യത്യാസം വരുത്തിക്കൊണ്ടിരുന്നു. ജോർജ് സിമ്മൽ, ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. നമുക്കത് വായിച്ചൊക്കെ മനസ്സിലാവും, പക്ഷെ നമുക്കത് പറഞ്ഞു പോകാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. നമുക്ക് മൊഡ്യൂൾ അവിടെ തീർക്കാന്ന് വിചാരിച്ചാണ് പെട്ടെന്ന്. അപ്പൊ അത് ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഇത്രയാണ് പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. ജോർജ് സിമ്മൽ എന്ന് പറഞ്ഞ സിമ്മൽ ആർഗ്യൂഡ് ദാറ്റ് മണി, അയാൾ എന്താണ് ആർഗ്യൂ ചെയ്തിരുന്നത്? മണീനെയാണ്. മണി ഈസ് വൺ ഓഫ് ദ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കണ്ടംപററി ക്യാപിറ്റലിസം. സൊസൈറ്റിയിൽ മണി ഇല്ലാതെ പറ്റില്ല, മണീനെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. സിഗ്നിഫിക്കന്റ് പാർട്ട് ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് മോഡേൺ സൊസൈറ്റി. ഒരു സിഗ്നിഫിക്കന്റ് പാർട്ടാണ് മണി എന്ന് പറയുന്നത് അല്ലെ. മണി ഇല്ലാതെ നമുക്കില്ല. അപ്പൊ ആ റിലേഷൻഷിപ്പ് ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരാൻ നോക്കി. For understanding the modern society was very important about the origins and the consequences of use of money as well as the money economy. Money economy എങ്ങനെ ഉപയോഗിക്കണം, അവരുടെ കാര്യങ്ങളെ കുറിച്ചും സ്റ്റഡി ചെയ്യണം. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനെ കുറിച്ചൊക്കെയാണ് ഈ എന്താണ് ജോർജ് സിമ്മൽ പറഞ്ഞത്. സെഡ് ദാറ്റ് ക്യാപിറ്റലിസം ഹാഡ് റിസൾട്ട് മോണിറ്ററി എക്കണോമി. അപ്പൊ സെഡ് ദാറ്റ് ക്യാപിറ്റലിസം റിസൾട്ട് ചെയ്യുന്ന മോണിറ്ററി എക്കണോമിയിലാണ് റിസൾട്ട് ചെയ്യുന്നത്. മണി ഓക്കുപേസ് ദ പൊസിഷൻ ഓഫ് ഡ്രൈവിംഗ് ഫോഴ്സ് and economic actors. There has to trust in the capacity. There could be exchange of goods at any time. അതായത് ഒരുപാട് ഗുഡ്സ് അങ്ങനത്തെ എന്താണ് ബാക്ക് ഗുഡ്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. മണി ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു. പിന്നീട് അത് മണീനെ കണ്ടുപിടിക്കാൻ അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ജോർജ് സിമ്മൽ ആണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടംപററി ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി പുള്ളി പറയുന്നത് ആർഗ്യൂഡ് ദാറ്റ് മണീനെ ആർഗ്യൂ ചെയ്ത് വൺ ഓഫ് ദ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കണ്ടംപററി ക്യാപിറ്റൽ had played significant part in the relations between people in the modern society എന്നാണ് പറയുന്നത് കേട്ടോ. അത് ശ്രദ്ധിച്ച് നോക്കട്ടോ. The modern state also developed taxation policies maintaining bureaucracy, military state എന്നൊക്കെ പറഞ്ഞത്. അതായത് ടാക്സേഷൻ പോളിസീസ് ഒക്കെ കൊണ്ടുവന്നു, ഡെവലപ്പ് ചെയ്തു. മെയിൻറ്റെയിനിങ് bureaucracy and military ലെവലിലൊക്കെ കൊണ്ടുപോകുന്നതൊക്കെയാണ് പറയുന്നത് കേട്ടോ. Simmel tried to understand the effect of money economy. അയാൾ tried to understand the money economy ആണ് on social relationship, emphasis, uncertainty, the effect of points, positive as well as negative aspects. അതിൽ നിന്നുള്ള പോസിറ്റീവ് ആസ്പെക്ട്സ് നെഗറ്റീവ് ആസ്പെക്ട്സ് മനസ്സിലാക്കാനൊക്കെ അയാൾ ശ്രമിച്ചു. ടോസ്റ്റിൻ വിബൻ he focused on three problems. Institutional economics, Veblen can be compared with the model Durkheim in the sense that Veblen tried to redesign economic analysis, economic analysis, on institutional basis. The latter had different social and cultural context. Now, three problems. Individualistic conception of human nature was embedded in the theory of economic action. Individualistic conception, സ്വന്തമായിട്ടുള്ള കോൺസെപ്ഷൻ കൊണ്ട് മനുഷ്യരുണ്ടാകുന്ന നേച്ചർ എംബഡി തിയറി എക്കണോമിക് ആക്ഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് എംബഡി ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക് നേച്ചർ ഓഫ് ട്രഡീഷണൽ എക്കണോമിക് എന്താണ്? സ്റ്റാറ്റിക് നേച്ചർ ഓഫ് ട്രഡീഷണൽ എക്കണോമിക് അല്ല, ട്രഡീഷണൽ രീതിയിലുള്ള സ്വഭാവം, അവിടുത്തെ സ്വഭാവം അനുസരിച്ച് അതിന്റെ നേച്ചർ അനുസരിച്ച് ട്രഡീഷണൽ എക്കണോമിക് അനാലിസിസ് എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് എക്വിലിബ്രിയം വെച്ച് ബാലൻസ് ചെയ്ത് പോകുക, ഫോക്കസിംഗ് ഇക്വിലിബ്രിയം റാദർ ചേഞ്ച്, അവിടെ മാറ്റങ്ങൾ എങ്ങനെ എക്വിലിബ്രിയം ചെയ്ത് പോകാം, ബാലൻസ് ചെയ്ത് പോകാം എന്നുള്ള ഫോക്കസ് ചെയ്തു. Link between the at the point, link between the pursuit of individual interests and collective well-being.
ലിങ്ക് ഉപയോഗിച്ചത് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, കളക്റ്റീവായിട്ട് നമ്മൾ വെല്ലായിട്ട് എങ്ങനെയാണ് ചെയ്യാം, അവിടുത്തെ വാല്യൂ എങ്ങനെയാണ്, എങ്ങനെയുള്ള സൊസൈറ്റി നോംസ് ചെയ്യാൻ, എന്തെല്ലാം കാര്യം അബ്സോർബ് ചെയ്യണം, എന്തെല്ലാം നോംസ് ചെയ്യണം, നമ്മുടെ വാല്യൂസ് ഇതൊക്കെ മനസ്സിലാക്കാനാണ് വെബ്ലൻ. വെബ്ലൻ സെഡ് ദാറ്റ് ഹിസ്റ്റോറിക്കൽ ചേഞ്ച് വാസ് ഡിപെൻഡന്റ് ഓൺ ചേഞ്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് വെബ്ലൻ എന്താണ് സെഡ് ഹിസ്റ്റോറിക്കൽ ചേഞ്ച് ആണ്, ഹിസ്റ്റോറിക്കൽ ചേഞ്ച് അവിടെ ഡിപെൻഡ് ചെയ്ത് ചേഞ്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ബട്ട് ട്രഡീഷണൽ എക്കണോമിക് തിയറി. അവിടെ ഒരു സ്വന്തമായിട്ടൊരു ബിഹേവിയർ കൊണ്ടുവരും. ട്രഡീഷണൽ എക്കണോമിക് തിയറി നോട്ട് പ്രോപ്പർലി, ഒരു പ്രോപ്പർലി ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള എക്കണോമിക് തിയറി എപ്പോഴും പ്രോപ്പർലി അത് തന്നെ ആവാണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തു ഇൻഡിവിജ്വൽ പ്രിഫറൻസിന്റെ ഇൻഡിവിജ്വൽ സ്വന്തമായിട്ടുള്ള ട്രീറ്റഡ് ടു ഇൻഡിവിജ്വൽ പ്രിഫറൻസ്, സ്വന്തം ഓരോ വ്യക്തികളുടെ പ്രിഫറൻസ് അനുസരിച്ച് അവർക്ക് നോളജ് ഉണ്ടാക്കാൻ, അവർക്ക് ടെക്നോളജി ഡെവലപ്മെന്റ് ഉണ്ടാക്കാനൊക്കെ കൊണ്ടുവന്നത് ധാരാളമാണ് വിപ്ലനാണ് വിപ്ലൻ. അപ്പൊ അതാണത്. അയാളുടെ ബുക്ക് ഞാൻ പറയാം, ഡിസ്കസ് കൾച്ചറൽ ആസ്പെക്ട് കൺസെപ്ഷൻ പ്രാക്ടീസ് ബുക്ക് തിയറി ഓഫ് ദ ലേഷ്യർ ക്ലാസ്. അയാളുടെ ബുക്കാണ്, അയാളുടെ ആദ്യ ബുക്കാണ് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സൊസൈറ്റി ആദ്യമായിരുന്നു ഡർക്കിമിന്റെ ആണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു ബുക്കാണ് തിയറി ഓഫ് ദ ലേഷ്യർ ക്ലാസ്. അത് ആരുടെ ബുക്കാണെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ വെബ്ലന്റെ ബുക്കാണ് കേട്ടോ. അപ്പൊ അത് നോക്കി വെക്കാം. പ്രൈവറ്റ് അപ്പൊ അക്കോർഡിംഗ് ടു ഹിം ദ എക്കണോമിക് ബേസ്, ഈ എക്കണോമിക് ബേസ് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പ് ആൻഡ് മാർക്കറ്റ് ആണ് കേട്ടോ. എക്കണോമിക് ബേസ് പ്രൈവറ്റ് ഓണർഷിപ്പ് ആൻഡ് മാർക്കറ്റ്, പീപ്പിൾ ട്രൈ ടു കൺസ്യൂം വാങ്ങുക, വിൽപ്പന, അതൊക്കെ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും ബിക്കോസ് സോഷ്യൽ പ്രസ്റ്റീജ് ഇൻ മോഡേൺ സൊസൈറ്റി. അപ്പൊ അത് കാരണം സോഷ്യൽ പ്രസ്റ്റീജ് ഉണ്ടാക്കാനും മോഡേൺ സൊസൈറ്റിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാക്കാനൊക്കെ സാധിച്ചത് വെബ്ലന്റെ ബുക്കുകൾ കൊണ്ടാണ് കേട്ടോ. അടുത്ത ടാൽക്കറ്റ് പേഴ്സൺസ് 1979 ആണ്. നീൽ സ്മിൽസറിനാണ് 1930 രണ്ടുപേരും കൂടി ഡിസ്ക്രൈബ് ചെയ്ത റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജിയെ കുറിച്ച്. ടാൽക്കറ്റ് പേഴ്സൺസ് noted that scientific status of economics based formulations. Lionel Robbins argued that sociology and institution of economic life. Lionel Robbins argued that sociology which analyze the institution of economics life. Okay, should we complement or substitute mainstream economics? ഒരു കോംപ്ലിമെന്റ് ഇല്ലാത്ത രീതിയിൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത രീതിയിൽ ഒരു മെയിൻ സ്ട്രീം എക്കണോമിയാണ് അവർ ഉദ്ദേശിച്ചത്. ക്ലാസിക്കൽ ഹോബിസിയൻ പ്രോബ്ലം സോഷ്യൽ ഓർഡർ കുഡ് ഹാവ്, ഒത്തിരി കാര്യങ്ങളുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കി അത് പോകാം കേട്ടോ. അപ്പൊ അത്രയ്ക്കുള്ളൂ അവന്റെ കാര്യങ്ങൾ. ഇനി നമ്മൾ ഇത് പറഞ്ഞു സോഷ്യൽ സിഗ്നിഫിക്കൻസ് മണി ഡിസ്കസ് യുവർ എസ്സേ റൈറ്റ് ദാറ്റ് ഇയേഴ്സ്. അതായത് എന്താണ് മണിയുടെ സിഗ്നിഫിക്കൻസ്, എന്താണ് മണി പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ. നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് ഒക്കെ അറിയാലോ. മണി പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഇൻ ദ ഡെയിലി ഓഫ് ദ പേഴ്സൺ അല്ലെ. വെദർ ഈസ് കൺസ്യൂമർ, പ്രൊഡ്യൂസർ, ബിസിനസ്മാൻ, an academician, politician, or any administrator, besides influences the economy in number of ways. ആവശ്യമാണ് to the customer. എന്താണ് മണി കൺസ്യൂമർ, എന്താണ് മണി പ്രോസസ് മറ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ കൺസ്യൂമർ. ദ കൺസ്യൂമർ റിസീവ്സ് an income form of money rather than the goods and services. Goods and services ചെയ്യുമ്പോൾ സാധനം വിൽക്കുക വാങ്ങുക ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഫോം ഓഫ് മണി ആണ് ഇൻകം ആയിട്ട് കിട്ടുന്നത് അല്ലെ. വിത്ത് മണി ഇൻ ഹാൻഡ്സ് അല്ലെ, അതാണ് സർവീസ് ചെയ്യുന്ന കാര്യങ്ങളും അതിന്റെ ആവശ്യകത. അതേപോലെ ടൈം. ഓക്കെ, പ്രൊഡ്യൂസർ മണി ഈസ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസറെ സംബന്ധിച്ച് കൺസ്യൂമറിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് പ്രൊഡ്യൂസർ അല്ലെ. ഇത് അക്കൗണ്ട് വാല്യൂസ്, അവർക്ക് എന്താണ് പ്രൊഡക്ഷന്, മെറ്റീരിയൽസ് മേടിക്കാൻ എല്ലാത്തിനും ആവശ്യമല്ലേ. അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ, പിന്നെ എന്താണ് പെയ്ഡ് എക്സ്പെൻസസ്, സാലറി കൊടുക്കാൻ, റെന്റ് കൊടുക്കാനൊക്കെ. അതെല്ലാം. ഇനി അത് അത് കഴിഞ്ഞു. ഇനി അടുത്ത പോയിന്റ്, വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി. എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി? ചീഫ് കൺസേൺ എക്കണോമിക്സ് ഈസ് ആൻ എക്കണോമിക് ലൈഫ് ഇൻ ദ പീപ്പിൾ. എക്കണോമിക് എന്ന് വെച്ചാൽ അവിടുത്തെ ജീവിത രീതി, സാമ്പത്തിക രീതിയിലുള്ള ജീവിത രീതി, പീപ്പിൾസിന്റെ വ്യൂ പോയിന്റ് ഓഫ് സോഷ്യോളജി വെരി എക്സ്റ്റെൻസീവ്. സോഷ്യോളജി ഇസ് വെരി എക്സ്റ്റെൻസീവ് ആണ്. കൺസേൺ വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ദ സൊസൈറ്റി, സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ പോലെ അവിടെ എന്താണ് സമൂഹത്തിലുള്ള ജനങ്ങളുടെ, സൊസൈറ്റിയിലുള്ള ജനങ്ങളുടെ സോഷ്യൽ ആക്ടിവിറ്റീസിനെയാണ് മൊത്തത്തിൽ നോക്കുന്നത്. അതാണ് സോഷ്യോളജി. It also includes economic place of people. ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? എക്കണോമിക്സ് ജനങ്ങളുടെ ജീവിത രീതിയാണ് അല്ലെ. ബിലീഫ് സിസ്റ്റംസ് ഇൻ സൊസൈറ്റി, ട്രഡീഷൻസ്, കൾച്ചർ, പൊളിറ്റിക്കൽ ഇഷ്യൂസ് എക്സെട്ര. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. ഡിസ്കസ് ദ ഐഡിയാസ് ഓഫ് വൺ ഓഫ് ദ ക്ലാസിക്കൽ സോഷ്യോളജി ബ്രീഫ്ലി ഓൺ എക്കണോമിക്സ്. ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റ് എന്തെല്ലാം ഐഡിയാസ് കൊണ്ടുവന്നു? അണ്ടർസ്റ്റാൻഡിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ ഫാക്ടർ ആൻഡ് കളക്റ്റീവ് കോൺഷ്യൻസ് ഓഫ് സൊസൈറ്റി. അവിടെ എന്താണ് റിലേഷൻ? അവിടെ എന്തെല്ലാം സോഷ്യൽ ഫാക്ടറും കളക്റ്റീവ് കോൺഷ്യസ് സൊസൈറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ്. പിന്നെ എമിൽ ഡർക്കിംഗ് ട്രൈ ടു നോ ദ ചേഞ്ചസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. എമിൽ ഡർക്കിംഗ് എന്താണ് ഡിവിഷൻ ഓഫ് ലേബറിനെ ഡിവിഷൻ ചെയ്തു, അവിടുത്തെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി, മോഡേൺ സൊസൈറ്റീസ് കുറിച്ച് മനസ്സിലാക്കി. ഡിവിഷൻ ഓഫ് ലേബർ എക്സ്പ്ലെയിൻസ് ഫോർമേഷൻ ഓഫ് ഗ്രൂപ്പ്. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഒരു ഗ്രൂപ്പ് ഫോർമേറ്റ് ചെയ്യാണ് കേട്ടെ. അതൊക്കെ അങ്ങനെയുള്ള സോഷ്യൽ റിലേഷൻഷിപ്പും
ഗ്രോത്ത് ഓഫ് മോഡേൺ ടെക്നോളജി മോഡേൺ ടെക്നോളജി വളർച്ചയെക്കുറിച്ചും ക്ലാസിക് അനലൈസിസ് എന്നാണ് സൊസൈറ്റി ആൻഡ് എക്കണോമിക് ഫോംസ് ബേസിക് എക്കണോമിക് സോഷ്യോളജി. What is economic sociology? Economic sociology analyzes economic using sociological tools and tries to establish connection between economic and social phenomena. Adam Smithന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? Adam Smith helped the growth of classical economics theory by assuming stability of human nature and behavior. ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്ലാസിക്കൽ എക്കണോമിക് തിയറിയുടെ വളർച്ചയ്ക്കാണ് കൂടുതലും അസ്യൂം ചെയ്തത് സ്റ്റെബിലിറ്റി ഓഫ് ഹ്യൂമൻ നേച്ചർ ആൻഡ് ബിഹേവിയർ. ഓക്കെ, അതിലാണ് പറയുന്നത്. പിന്നെ ഇതില് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഫോളോവിങ് ഓപ്ഷൻസ് ഇത് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജീസ് ആർ കോമ്പീറ്റിംഗ് ബട്ട് ദീസ് ആർ ടു കോംപ്ലിമെന്ററി ആൻഡ് ഗ്രേറ്റ് ഡീൽ ഓഫ് കോപ്പറേഷൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഇത് ആൻഷ്യൻ പീരീഡ് ഇന്ത്യൻ മർച്ചന്റ് യൂസ്ഡ് ദ ഇന്റർണൽ ട്രേഡ് ഇൻ മാനുഫാക്ചർഡ് ഗുഡ്സ്, ഫുഡ് ഗെയിംസ്, ലക്ഷറി ഗുഡ്സ് ഒക്കെയാണ് എന്താണ് ആൻഷ്യൻ പീരീഡിലെ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്തിരുന്നത് സാധനങ്ങൾ നമ്മൾ ഒരു പോയിന്റ് പഠിച്ചു. അർബൻ ക്രാഫ്റ്റ്സ്മെൻ ഹാഡ് ഫോംഡ് കംപ്രൈസിംഗ് മെമ്പേഴ്സ് അർബൻ സെയിം ക്രാഫ്റ്റ് ട്രേഡ് എന്നാണ് പറയുന്നത് കേട്ടോ. അത് വാസ് ഇൻട്രസ്റ്റ് റീഡിസൈൻ എക്കണോമി, വിപ്ലനാണ് റീഡിസൈൻ എക്കണോമി കൊണ്ടുവന്നത്. പിന്നെ ടൈം വാഷിംഗ്ടൺ കോൺസെൻസസ് പ്രൊവൈഡ് ജോൺ വില്യംസൺ, ഞാൻ പറഞ്ഞില്ല വാഷിംഗ്ടൺ കോൺസ് എന്ന് പറയുന്നത് ഡ്യൂറിംഗ് 1980s വാഷിംഗ്ടൺ കോൺസെൻസസ് പറയുന്നത്. Resurgence of economic orthodoxy counter revolution of development economy is called the Washington Consensus. അതായത് ഓർത്തഡോക്സി ആയിട്ടുള്ള കൗണ്ടർ റിവല്യൂഷൻ ഓഫ് ഡെവലപ്മെന്റ്, അതായത് ഓർത്തഡോക്സി ആൻഡ് കൗണ്ടർ ആയിട്ടുള്ള റെവല്യൂഷന്റെ ഭാഗമായിട്ട് ഡെവലപ്മെന്റ്, എക്കണോമിക്സ് ഡെവലപ്മെന്റ് വാഷിംഗ്ടൺ കോൺസെൻസസ് പറഞ്ഞത്. The term adopted by the World Bank and IMF. World Bank IMF കൂടി ചേർന്നാണ് ഇത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. The consensus in economic writings, Frederick Hayek and Milton Friedman, and also had the philosophies of Thatcher, Reagan administration. Economic lessons are also considered guises of the early 90s. അതായത് തേർഡ് വേൾഡ് കൺട്രീസ്, മൂന്നാമത്തെ വേൾഡ് കൺട്രീസിൽ എന്താണ് നമ്പർ ഓഫ് മെഷേഴ്സ് ഇതിനെ കൊണ്ട് കൊണ്ടുവന്നു. യൂസ്ഡ് ടു പ്രൊവൈഡ് നമ്പർ ഓഫ് മെഷേഴ്സ് കൊണ്ടുവന്നു. പിന്നെ ഫിസിക്കൽ ഡിസിപ്ലിൻ, ലോവർ പബ്ലിക് എക്സ്പെൻഡിച്ചർ, ടാക്സ് റിഫോംസ്, ഇതിനെ കുറിച്ചുള്ള ഐഡന്റിഫിക്കേഷൻ അതിന് കൊണ്ടുവന്നു കേട്ടോ. അതായത് എക്കണോമിക് പോളിസീസ് ദാറ്റ് ഹാഡ് പ്രിപ്പയർഡ് നിയോ ലിബറലിസം വർ കോൾഡ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പോളിസീസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയേക്കാം, ഇത്രേ ഉള്ളൂ. അപ്പൊ ജോൺ വില്യംസൺ എന്താണ് കൊണ്ടുവന്നത്? World Bank and IMF. Washington Consensus provided John Williamson and the Institute of International Economics and is adopted by World Bank and the IMF. That's the answer. Dependency theorist forward development strategies and dependency theorist favored development strategies to import substitution and competitive industrialization and answer. Who brought the book The Philosophy of Money? None of the above the philosophy of money. Who said the labor is the most important condition of the existence of human society and activities? Karl Marx. Labor, അതായത് ലേബറിനെ കുറിച്ചും അതിന്റെ കണ്ടീഷനെ കുറിച്ചും ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞത് കാൾ മാർക്സ് ആണല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ക്ലാസിക്കൽ എക്കണോമിക് തിയറി അസ്യൂമിംഗ് സ്റ്റെബിലിറ്റി ഓഫ് ഹ്യൂമൻ നേച്ചർ ആൻഡ് ബിഹേവിയർ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കിയിരുന്നത് കേട്ടോ. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് വേദാംഗ റിലേറ്റഡ് മെട്രിക്സ്? ചന്ദ എന്നാണ് പറയുന്നത്. ചന്ദ. കാസിൽ നഗർ ഹെറിറ്റേജ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഹിമാചൽ പ്രദേശ്. കാസിൽ നാഗർ ഹെറിറ്റേജ് എവിടെയാണ്? ഹിമാചൽ പ്രദേശാണ്. അതൊക്കെ നോക്കി വെച്ചേ കേട്ടോ. അടുത്തത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ some significant aspects of urban economy during ancient period.
will briefly explain some significant aspects and urban economy during the ancient period. Urban economy എന്തെല്ലാം സിഗ്നിഫിക്കന്റ് ആസ്പെക്ട്സ് ആണ് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊടുത്തത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഞാൻ പറഞ്ഞു 1500 അത് നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളാട്ടോ. നമ്പർ ഓഫ് സിറ്റീസ് ആൻഡ് സിവിലൈസേഷൻസ് സച്ച് ആസ് ഹാരപ്പ, മോഹൻജദാരോ, ലോഥൽ, കാലിബംഗൻ etc. have been found during archaeological excavations which had flourished during the period. അവിടെയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്ത് ആ സമയത്ത് നമ്പർ ഓഫ് സിറ്റീസ് ആയിരുന്നു അല്ലെ. അപ്പൊ സിറ്റി സിവിലൈസേഷൻ ഒക്കെ ആയിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തത്. അർബൻ സിവിലൈസേഷൻ കൊണ്ടുവന്നു അവിടെ എന്താണ് റൂറൽ ബേസിൽ അർബൻ സിവിലൈസേഷൻ വലിയ രീതിയിൽ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന കുറച്ച് ആ സമയത്ത് ആ ഡ്യൂറിംഗ് ദ പീരീഡിൽ കൊണ്ടുവന്നിരിക്കുന്ന കുറെ എന്താ പറയാ സിറ്റീസ് പോലെയുള്ള കാര്യങ്ങളാണ് മോഹൻജദാരോ, ലോത്തൽ, കാലിബംഗൻ എന്നൊക്കെ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ഋഗ്വേദിക് ഫേസ് എന്ന് പറയുന്നത് ഋഗ്വേദം വന്ന കാലഘട്ടത്തിൽ 1500 BC-ലാണ്. അർബൻ സിവിലൈസേഷൻ were replaced by semi nomadic and pastoral lifestyle. അർബൻ സിവിലൈസേഷൻ replace ചെയ്തത് സെമി നൊമാഡിക് ആൻഡ് പാസ്റ്ററൽ ലൈഫ് സ്റ്റൈൽ ഡ്യൂറിംഗ് ദ പീരീഡ് 1600 BC. അപ്പൊ പാസ്റ്ററൽ ലൈഫ് സ്റ്റൈലിന്റെ കാര്യം പറയുന്നത് 1000 to 600 പാസ്റ്ററൽ ലൈഫ് സ്റ്റൈൽ അവർ മാറി താമസിക്കുന്ന ഒരു രീതിയായിരുന്നു അവിടെ ഒരു സ്ഥലത്ത് എല്ലാവരും അവിടെ ചെയ്തിരുന്നത്. People started settling to villages and agriculture the main source of living. അത് കഴിഞ്ഞ ശേഷം 1600 BC കഴിഞ്ഞ ശേഷമാണ് എന്ത് people started ഒരു സ്ഥലത്ത് താമസിക്കാനും അവിടെ കൃഷി കൊണ്ടുവന്ന് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ലിവിംഗ് കൊണ്ടുവന്ന്. അവിടുത്തെ ഒരു ടൗൺസ് കാര്യങ്ങളാണ് രാജഗൃഹ, പാട്ടലിപുത്ര. അന്നേരമാണ് എന്ത് 600 BC ഒക്കെ ആയിട്ടാണ് രാജഗൃഹ, പാട്ടലിപുത്ര, ശ്രവാസ്തി, കൗസംബി, വാരണാസി എന്നൊക്കെ പറഞ്ഞു വന്നത്. ഇസ് മെൻഷൻഡ് ഇൻ ദ കണ്ടംപററി ലിറ്ററേച്ചർ. ഇത് മെൻഷൻ ചെയ്ത ആരാണ്? ഒരു കണ്ടംപററി ലിറ്ററേച്ചേഴ്സ് ആണ് കൊണ്ടുവന്നത്. ഡ്യൂറിംഗ് ദ മൗര്യ, പോസ്റ്റ് മൗര്യ ആൻഡ് ഗുപ്ത പീരീഡ് സിറ്റീസ് കണ്ടിന്യൂഡ്. പിന്നെ മൗര്യയുടെയും ഗുപ്തയുടെയും കാലത്താണ് എന്താണ് cities had continued to prosper, but during post Gupta period there was a process of urban destruction. Guptade period ആയപ്പോൾ എന്താണ് urban destructions വന്നതാണ്. Then the 9th century onwards this trend started reversing. പിന്നെ 9th century ആയപ്പോഴാണ് എന്താണ് ഈ ട്രെൻഡ് പിന്നെ started reversing. Some important aspects of urban economy in this period. Okay, ആ period trade and commerce, arts and crafts system പറഞ്ഞു പോയതാണല്ലോ അത്രയും. കാൽമാക്സിന്റെ വർക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നത് briefly explain the approach to sociology provided Karl Marx. But to Karl Marx, labor is the most important condition of the existence of human society. Karl Marx തൊഴിലാളികളുടെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കൊണ്ടുവന്നത്. Most important conditions of the existence of human society and the activities around it. അത് ക്വസ്റ്റ്യൻ ഇപ്പൊ കണ്ടില്ലേ. Means working capital is classical economics for not effectively. വർക്കിംഗ് ക്യാപിറ്റൽ ആണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. He criticizes classical economics. അത് ക്ലാസിക്കൽ എക്കണോമിക്സിനെ ക്രിറ്റിസൈസ് ചെയ്താണ് ഫോർ നോട്ട് എഫക്റ്റീവ്ലി ടേക്കിംഗ്. അപ്പോൾ ഒരിക്കലും എഫക്റ്റീവ് ആയിട്ടായില്ല കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് വർക്കേഴ്സ്. എപ്പോഴും കോൺഫ്ലിക്ട് ഉണ്ടാവും, തർക്കങ്ങൾ ഉണ്ടാവും ക്യാപിറ്റലിസ്റ്റ് ആൻഡ് വർക്കേഴ്സ്, ക്യാരക്ടേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്സിൽ കേട്ടോ. അതൊക്കെയാണ് പറയുന്നത്. പിന്നെ ആ ഒരു ഫോർമേഷൻ ആൻഡ് ഓണർഷിപ്പ്, the means of production, labor and mechanism regulating production of goods and distribution of income. അപ്പൊ ഈ തൊഴിലാളികൾക്ക് വേതനമില്ലാത്ത കാലഘട്ടമായിരുന്നു അല്ലെ. തൊഴിൽ ചെയ്താൽ അവർക്ക് വേതനം കിട്ടില്ല, അവർക്ക് അതിനുള്ള പണിക്കുള്ള കൂലിയില്ല, അവരെല്ലാം പട്ടിണി, രാജാക്കന്മാരൊക്കെ വലിയ അങ്ങനെ മുതലാളിത്ത രാജ്യമൊക്കെയായിരുന്നു. അതിനുശേഷമാണ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നതൊക്കെ അല്ലെ. According to him, production and wealthy capitalist economics generate surplus value, profit and leads to exploitation of working class. Working class ആളുകൾക്ക് എന്താണ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അവർക്ക് വെൽത്ത് സാമ്പത്തികമായി വെൽത്ത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്സ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സർപ്ലസ് വാല്യൂ ആൻഡ് പ്രോഫിറ്റ്സിനെ കുറിച്ച് അതിനകത്ത് കൊണ്ടുവന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡ്രൈവിംഗ് ഫോഴ്സസ് സജ്ജീകരണം, അങ്ങനെ പുതിയ ഡ്രൈവിംഗ് ഫോഴ്സിന്റെ വേഗത്തിലുള്ള ഫോഴ്സ് ഉണ്ടാക്കാൻ എക്കണോമിക്സിന് സാധിച്ചു. ബുക്സ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്സ് ബേസ്ഡ് ഈ അയാളുടെ ബുക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കില്ല, ബുക്ക് എന്താണ് ബുക്കിന്റെ പേരെന്താണെന്ന് പറഞ്ഞല്ലോ, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന ബുക്ക് കാൽമാക്സിന്റെ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്ക് മുഖേന പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമി ബേസ് ചെയ്തിരുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ് മീൻസ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ ആൻഡ് നത്തിങ് ക്യാൻ പ്രൊഡ്യൂസ് പ്രോഫിറ്റ് ഓഫ് ഓണേഴ്സിന് പ്രോഫിറ്റ് ചെയ്യില്ല. പ്രൊഡക്ഷനും ഇതൊക്കെ ചെയ്യുന്നത് എന്താണ് പ്രൈവറ്റ് ഓണർഷിപ്പിനെ ബേസ് ചെയ്താണ്. എക്കണോമി ബേസ്ഡ് പ്രൈവറ്റ് ഓണർഷിപ്പ് മീൻസ് പ്രൊഡക്ഷൻ ആൻഡ് നത്തിങ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്.
പ്രൊഡക്ഷൻ ആണ്, പക്ഷെ എന്താണ് അവരത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ദർ ഇസ് നോ പ്രോഫിറ്റ് ഫോർ ഓണേഴ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ തന്നെ നോൺ പ്രോഫിറ്റ് ഓഫ് ഓണേഴ്സ്, ഓണേഴ്സിന് പ്രോഫിറ്റ് ഇല്ല. അപ്പൊ വർക്കേഴ്സിന് ഇമ്പോർട്ടൻസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലാണ് എന്താണ് ഒരു എക്കണോമിയാണ് ആര് ഉദ്ദേശിക്കുന്നത്, കാൾ മാർക്സ് ഉദ്ദേശിക്കുന്നത്. അത് കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള അത് നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെന്താണ് റൈറ്റ് ഷോർട്ട് ഓൺ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ഗിവൻ എം.എൽ. ഡർക്കിൻ. ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിന്റെ കാര്യം പറഞ്ഞു, ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി ഡർക്കിൻ കൊണ്ടുവന്ന ബുക്കാണ്. അതിനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിനടുത്ത് what do you know about the SAP? The basic ideas of Washington consensus were the neoclassical economics theory could apply to all economies and it did not need by significant changes. അതായത് ഒരു ബേസിക് ഐഡിയാസിൽ വാഷിംഗ്ടൺ കോൺസെൻസസിൽ കൊണ്ടുവന്നാണ് നിയോ ക്ലാസിക്കൽ എക്കണോമിക് തിയറി. നിയോ ക്ലാസിക്കൽ എക്കണോമിക് തിയറി കുഡ് അപ്ലൈ എല്ലാ എക്കണോമിക്സിലും അത് അപ്ലൈ ചെയ്യാൻ. യു ഡോണ്ട് നീഡ് ടു, അവിടെ ഒരു സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് അവിടെ ഉണ്ടാവില്ല ആ ഒരു ക്ലാസിക്കൽ എക്കണോമി. റിലയൻസ് ഓൺ റാഷണാലിറ്റി. അവിടെ ഒരു റാഷണാലിറ്റി ഉണ്ടാവില്ല. ഇൻസെന്റീവ്സ്, റെഗുലേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ ഓഫ് ദ മാർക്കറ്റ് പെർഫെക്റ്റ്ലി വിത്തൗട്ട് ഇന്റർഫിറൻസ്. അതായത് അവിടെ അതായിരിക്കും എന്താണ് ഒരു ഇന്റർഫിറൻസ് ഇല്ലാത്ത രീതിയിൽ കുത്തക കമ്പോളം പോലെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എക്കണോമിക് പോളിസി ദാറ്റ് ഹാഡ് അപ്പിയർഡ് വിത്ത് നിയോ ലിബറലിസം വെർ കോൾഡ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പോളിസി. നിയോ ലിബറലിസം ഉദ്ദേശിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് പോളിസീസ്, അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടുള്ള പോളിസീസ് ആണ് അവിടെ കൊണ്ടുവന്നത്. അതായത് IMF ഫസ്റ്റ് കണ്ടീഷൻസ് ഇമ്പോസ് ഡെപ്റ്റർ കൺട്രീസ് ആസ് ദ ഗ്യാരണ്ടി റീപേയ്മെന്റ് ഓഫ് ലോൺസ്. അപ്പൊ ഡെപ്റ്ററിന് കൺട്രീസിലെ രാജ്യത്തെ ഡെപ്റ്ററിന് ഈ വികസനവുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് ചെയ്തിട്ട് അവർക്ക് ഗ്യാരണ്ടി റീപേയ്മെന്റ് ലോൺസ് ഒക്കെ കൊടുക്കാൻ ഇന്ത്യ തുടങ്ങി. അങ്ങനെ സാപ്പ് ആണ് ആദ്യമായിട്ട് എന്താണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പോളിസി മുഖേനയാണ് ഹാഡ് കം ഇൻ 1990s when India was undergoing through debt crisis and driving foreign currency reserves. ഫോറിൻ കറൻസി ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ റിസർവ്സ് കൊണ്ടുവന്നതിന്റെ ഒരു ഡെപ്റ്റ് ക്രൈസിസ് ഉണ്ടാകാൻ കാരണം എന്താണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പോളിസീസ് 1990s ഇന്ത്യ അണ്ടർഗോയിൻ ചെയ്തിട്ടാണ്. ചീഫ് പർപ്പസ് ഓഫ് ദി സാപ്പ് വാസ് കട്ട് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. അപ്പൊ ഒരു ചീഫ് പർപ്പസ് ആയിരുന്നത് എന്താണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പോളിസീസ് ആണ്. അത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടി, റെഡ്യൂസ് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ഓഫ് എക്കണോമി, ലിബറലൈസ് ട്രേഡ്. സം ഓഫ് ദീസ് പോളിസീസ് വർ punitive and involved wage freezes, devaluation of currency and inactive labor laws, immobilized labor unions. അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ അവിടെ കൊണ്ടുവന്ന് സാപ്പ് കൊണ്ട് നമുക്ക് ഗുണങ്ങളാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്കണോമിക് സെക്ടറിൽ എന്താണ് കണ്ടീഷൻസ് ഗവൺമെന്റിന് ഒരുപാട് ടു കട്ട് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഒരുപാട് ഗവൺമെന്റ് ചെലവുകൾ വന്നു, റെഡ്യൂസ് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ഇൻ എക്കണോമി, സ്റ്റേറ്റിലെ സാമ്പത്തിക മേഖല ഇന്റർവെൻഷൻ ഉണ്ടാവും, ലിബറലൈസ് ട്രേഡ് ആയി. ഇത് പോളിസീസ് ആർ punitive and disinvolved wage freezes. Wage freezes എന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക് വേതനമില്ലാത്ത രീതിയിലുള്ള പോളിസീസ് ആയിരുന്നത്. ഇപ്പൊ ഡിവാലുവേഷൻ ഓഫ് കറൻസി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കറൻസിയുടെ ഡിവാലുവേഷൻ ഉണ്ടായിരുന്നു, ലേബറിന് ഇനാക്റ്റീവ് ആയിട്ടുള്ള ലോ അല്ലായിരുന്നു, ഇമ്മൊബിലൈസ് ലേബർ യൂണിയൻസ്. അപ്പൊ ലേബർ യൂണിയൻസിന് ഇമ്മൊബിലൈസ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് പറഞ്ഞത്. ഇതാണ് മാക്സ് വെബറിന്റെ കാര്യം. മോഡേൺ 1890 ഹൈലൈറ്റ് സം സിഗ്നിഫിക്കന്റ് എക്കണോമിക് സോഷ്യോളജി ഫോക്കസ് ഓൺ ദ റോൾ ഓഫ് focus on the role of attributed non-economic culture and institutional factors and understand economic behavior. അങ്ങനെയാണ് നോക്കിയത്. നോൺ എക്കണോമിക് കൾച്ചറൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ആണ് കൊണ്ടുവന്നത്. അയാളുടെ ബുക്കാണ് പ്രൊട്ടസ്റ്റന്റ് എത്തിക്. ഓക്കെ, പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം ആണ് അദ്ദേഹത്തിന്റെ ബുക്ക്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മീനിങ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. ഇത്രയൊക്കെ ഉള്ളൂ ഫസ്റ്റ് മൊഡ്യൂൾ കേട്ടോ. അപ്പൊ ഫസ്റ്റ് different stages of sociological movement, preliminary stage, popular stage, formulation stage, dissolution stage. Our preliminary stage stage can also called the untrust stage. First stage, this stage find some confusion first stage ayadonda stage ആണ് preliminary stage. Popular stage movement begins പെട്ടെന്ന് പെട്ടെന്നുള്ള മൂവ്മെന്റ് നടത്തും. ബിഗിൻസ് അറൌണ്ട് ഫിഗർ ലീഡർ വിൽ പ്രോമിസ് അലീവിയൻസ്. അപ്പോൾ ഒരുപാട് പീപ്പിൾസ് സഫർ ചെയ്ത് പ്രോമിസ് ചെയ്ത് ലീഡർ മേ ബി ലീഡേഴ്സ് ഉണ്ടായി, അതിനനുസരിച്ചുള്ള മൂവ്മെന്റുകളൊക്കെ ലീഡർഷിപ്പ് മൂവ്മെന്റ് എന്നൊക്കെ പറയുന്ന റിഫോം, റെവല്യൂഷൻ, റെസിസ്റ്റൻസ് ടു എക്സ്പ്രസ്, ഒരുപാട് മൂവ്മെന്റ് പോപ്പുലർ സ്റ്റേജിലുണ്ടായി. പിന്നെ ഫോർമുലേഷൻ സ്റ്റേജിൽ വെച്ച് പ്രോഗ്രാംസ് ആണ് ഡെവലപ്പ്. ഫോർമുലേഷൻ വെച്ചിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. അലയൻസ് ആർ ഫോർമഡ് and organization tactics are developed. At this stage are party, organization or group
individuals forward alternative vision, world view, ideology, understand, analyze, and solve prevailing crisis. ഇതിനുള്ള കാര്യങ്ങൾ dissolution stage. Dissolution stage, Hart had house spoken of the last stage social movement, namely dissolution stage. The movement becomes enduring organization person. അതായത് എപ്പോഴും ഉണ്ടാവുന്ന മൂവ്മെന്റ് എപ്പോഴും എന്താണ് ഓർഗനൈസേഷൻ ഇതായിട്ട് വരില്ല, ഫീഡ് ആയിട്ട് വരാം അല്ലെ. പോസിബിലിറ്റി റിവൈവ് സംതിങ്, ചില പോസിബിലിറ്റി റിവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള എന്താണ് ഡിസൊല്യൂഷൻ സ്റ്റേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ സ്റ്റേജ് നമ്മൾ നോക്കിയിരിക്കും കേട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഇനി ബാക്കി യൂണിറ്റ് കൂടി നെക്സ്റ്റ് ഡേയിൽ നമുക്ക് പറഞ്ഞ് മൊഡ്യൂൾ തീർക്കാം. എനിക്ക് താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഡേ after we continue the next class. Okay, thank you.